എന്നിട്ടാണ് ലോകത്തെ സർവ്വ പൈസയും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിനേക്കാളും ഖൈർ. വാഹനം, വീട്, സമ്പാദ്യം, പൈസ, കാശ്, ഇതിനുവേണ്ടി മനുഷ്യന്മാർ ഓടുകയാണ്. ഇതൊക്കെ കിട്ടുന്നതിനേക്കാളും ഖൈറായ 2 റക്അത്ത് സുന്നത്തുണ്ട് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിലെ സർവ്വ ബാങ്കിലെ പൈസ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിനേക്കാളും ഖൈർ ഈ 2 റക്അത്ത് സുന്നത്താണ്. ഏതാണെന്നറിയോ? സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത്, ബാങ്ക് കൊടുത്തതിന് ശേഷം സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത്. ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ലോകത്തുള്ള സർവ്വതിനേക്കാളും ഖൈർ അതാണ്. കുട്ടികൾ പറയും എന്നാലും മറ്റേ പുതിയ ആപ്പിൾ കിട്ടിയ എനിക്ക് അതായിരിക്കും വലിയ ഇഷ്ടം. ചെറുപ്പക്കാരൻ പറയും എനിക്ക് ഡിഫൻഡർ കിട്ടിയാൽ മതിയായിരുന്നു, എനിക്ക് അതായിരുന്നു വേണ്ടിയിരുന്നത്. അതിനേക്കാളൊക്കെ വലുതാണ് നിങ്ങൾ ചിന്തിക്കുന്ന സർവ്വ ലക്ഷറിയേക്കാളും വലുതാണ്, നിങ്ങൾ ആലോചിക്കുന്ന സർവ്വ സൗകര്യങ്ങളെക്കാളും അല്ലാഹുവിന്റെ അടുത്ത് ഖൈർ ഈ 2 റക്അത്ത് സുന്നത്താണ്. അത് കൂരയിൽ കഴിയുന്ന ആൾക്കും വീടിന് തലചായ്ക്കാൻ ഇടമില്ലാതെ അങ്ങാടി തിണ്ണയിൽ കഴിയുന്ന ഒരു മുസ്ലിമായ മനുഷ്യനും അല്ലാഹു നിഷേധിക്കാത്തൊരു ഖൈറാണത്. തൗഫീഖ് ഉണ്ടെങ്കിൽ കിട്ടും. സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, അത് കഴിഞ്ഞിട്ട് ആ ഫർള് നിസ്കരിക്കുക. അപ്പോ സുന്നത്തിന് ഇത്ര ശ്രേഷ്ഠത ഉണ്ടെങ്കിൽ ആ ഫർളിന്റെ ശ്രേഷ്ഠത എത്രയായിരിക്കും? വീട്ടിക്ക് വരുന്ന വാതിൽ ഇങ്ങനെയാണ്, ഗേറ്റ് ഇങ്ങനെയാണ്. അപ്പൊ വീടെന്തായിരിക്കും അവസ്ഥ? സുബ്ഹിന്റെ സുന്നത്തിന്റെ പ്രതിഫലമാണ് നബി തങ്ങൾ പറഞ്ഞത് ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ, better than this world and what it contains. അത്ര കൂലി 2 റക്അത്തിനുണ്ടെങ്കിൽ സുബ്ഹിന്റെ കൂലി എത്രയാണ്? അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് ഞാൻ ഭയപ്പെടുന്നു ബിലാലേ, നമുക്ക് സുബ്ഹി നിസ്കാരം നഷ്ടപ്പെടുമോ? അഖാഫു അൻ തനാമു അനിസ് സ്വലാ, നിസ്കാരം അറിയാതെ നിങ്ങൾ ഉറങ്ങുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വിശ്രമിക്കാൻ സമ്മതിക്കാതെ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് അത് ഏറ്റെടുത്തത്. നബിയേ ഞാനത് ചെയ്യാം. പക്ഷെ അവർ ഉറങ്ങിപ്പോയി. ഇതിലൊരു പാഠമുണ്ട്. അവനവന് കോൺഫിഡൻസ് ഇല്ലാത്ത വിഷയം ഏറ്റെടുക്കരുത്. ആത്മധൈര്യം, ആത്മവിശ്വാസത നല്ലതാ, പക്ഷെ കണക്കിലേറെ കാര്യമില്ല. അവനവന്റെ കപ്പാസിറ്റി അവനും അറിയില്ലേ, നമ്മളെ കൊണ്ടത് പറ്റൂല, എന്നാ പിന്നെ അത് വേറെ ആളെ ഏൽപ്പിക്കണം. നബി തങ്ങൾ ചോദിക്കുകയായിരുന്നു ബിലാലെ നിങ്ങളല്ലേ അത് ഏറ്റെടുത്തത്, നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് തങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നു. കാരണം ഇത് നിസ്കാരത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ പറഞ്ഞു നബിയേ ഞാൻ എന്റെ ഒട്ടകപ്പുറത്തിന്റെ അരികത്തെ എന്റെ ഒട്ടകവും വെച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. മെല്ലെ ഞാൻ എന്റെ ക്ഷീണം കൊണ്ട് രാത്രി മുഴുവൻ യാത്ര ചെയ്തതല്ലേ. ഒട്ടകപ്പുറത്തുള്ള യാത്രയാണ്, അതിന് എന്ത് സസ്പെൻഷൻ, എന്ത് ഷോക്ക് അബ്സോർബർ. ഒട്ടകപ്പുറത്തൊക്കെ യാത്ര ചെയ്ത് നമ്മളൊക്കെ 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഊരവേദന, ഒരു കുഷ്യൻ ആ കാലല്ലേ പോകുന്നത്, ഒരു ഷോക്ക് അബ്സോർബർ അതിനില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്ത് ക്ഷീണം ഉണ്ടാവും അവർക്ക്, ഭയങ്കരമായ ക്ഷീണത്തിലാണ്. അപ്പൊ മെല്ലെ ഒന്ന് ചാരി ഇരുന്നതാ, അങ്ങ് ഉറങ്ങിപ്പോയി. നബിയെ എന്റെ കണ്ണുകൾ എന്നെ അതിശയിച്ചു പോയി, ഞാൻ അറിഞ്ഞില്ല നബി എന്ത് ചെയ്യും, ഞാൻ ഉറങ്ങിപ്പോയി. എന്നാൽ ആ സംഘത്തിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ടാണ് ഖളാ സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന മസ്അല നബി തങ്ങൾ അതുകൊണ്ടാണ് പഠിപ്പിച്ചു തന്നത്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, ചിലപ്പോൾ ക്ഷീണം കൊണ്ടുറങ്ങിപ്പോകും, തളർന്നു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ വീട് ഹൗസ് വാമിങ്, കല്യാണം, സൽക്കാരം, പ്രോഗ്രാമുകള്, ഇതിനുവേണ്ടിയൊക്കെ ഓടിച്ചാടി നടക്കുമ്പോൾ തളർന്നു ചിലപ്പോൾ എണീക്കാൻ പറ്റില്ല. അങ്ങനെ അറിയാതെ ഉറങ്ങിപ്പോയാൽ നിങ്ങൾ ആരെങ്കിലും അറിയാതെ ഉറങ്ങിപ്പോവുകയോ നിസ്കാരം ഫർള് മറന്നു പോവുകയോ ചെയ്താൽ എപ്പോഴാണോ അത് ഓർക്കുന്നത് അതാണ് ആ നിസ്കാരത്തിന്റെ സമയമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ എഴുന്നേറ്റു, ഏതായാലും 8 മണിയിൽ ഇനി ളുഹറിന്റെ കൂടെ നിസ്കരിക്കാം, അങ്ങനെയല്ല, അപ്പം നിസ്കരിക്കണം, അതപ്പം നിസ്കരിക്കുക. അത് അല്ലാഹുവിന് കൊടുക്കേണ്ട ടാക്സ് ആണത്. ജീവിക്കാൻ അനുവാദം തന്നതിന്, കണ്ണു തുറക്കാൻ അവസരം തന്നതിന്, എഴുന്നേൽത്തിരിക്കാൻ അവസരം തന്നതിന് അല്ലാഹുവോട് ചെയ്യുന്ന ആദ്യത്തെ ശുക്റാണ് നമ്മുടെ ഫജ്ർ നിസ്കാരം. അല്ലാഹുവേ അത് നിലനിർത്താൻ, എല്ലാ നിസ്കാരങ്ങളും നിലനിർത്തി കൊണ്ടുപോരാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ലാ കഫാറത ലഹാ ഇല്ലാ ദാലിക. ആ മറന്നുപോയതിന്റെ പ്രായശ്ചിത്തം അതുതന്നെയാണ്. എങ്ങനെ ഉണരുന്നത് എപ്പോഴാണോ ഓർമ്മ വരുന്നത്, മറന്നുപോയതാണെങ്കിൽ എപ്പോ ഓർമ്മ വരുന്നുണ്ടോ ഉടനെ കിട്ടുന്ന സാഹചര്യത്തിൽ നിസ്കരിക്കണം. അതുകൊണ്ട് നിസ്കാരം മറന്നുപോയാലും അത് ഒഴിവാക്കാൻ പാടുള്ളതല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം ജനാബത്തുണ്ടായിരുന്ന, വലിയ അശുദ്ധി ഉണ്ടായിരുന്ന ഒരാൾ ഖല്ലാദ് ഇബ്നു റാഫി റളിയല്ലാഹു അൻഹു,
അങ്ങനെ വെള്ളമില്ലാതെ വന്നാൽ എന്തു ചെയ്യണം എന്നതിന് മറുപടിയായി തയമ്മും ചെയ്യണം. മുഖവും കയ്യുമാണ് തയമ്മുമിന്റെ അവയവങ്ങൾ. ഒരാൾക്ക് കുളി നിർബന്ധമാണ്, വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, കടുത്ത തണുപ്പാണ്, അല്ലെങ്കിൽ വെള്ളം ചേരുമെന്നിൽ അസുഖങ്ങൾ വന്നേക്കും. അങ്ങനെയാണെങ്കിൽ തയമ്മും കുളിക്കിന് പകരവും തയമ്മും മുഖവും കയ്യും മാത്രം തന്നെയാണ്. നിയ്യത്ത് ചെയ്യുക, മുഖവും തടവ്, രണ്ട് കയ്യും തടവ്, ഖലാസ്. അല്ല മണ്ണിലാണ് ഉരുണ്ടിട്ട് മണ്ണ് കുളിക്കലല്ല. കുളിയുടെ തയമ്മും വുളൂഇന്റെ തയമ്മും ഒക്കെ ഒന്ന് തന്നെയാണ്. മാ മനഅക അൻ തുസല്ലിയ മഅൽ ഖൗം. പുന്നാര നബി ചോദിച്ചു, എന്തേ നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കാതിരുന്നത്? ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. ജമാഅത്ത് നിസ്കാരം നമ്മുടെ മസ്ജിദുകളിൽ ഇമാമിന്റെ പിറകിലായി മഅ്മൂമീങ്ങളായി ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ പ്രതിഫലം 27 ഇരട്ടിയാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിസ്കാരം ഒറ്റക്കല്ല, പിന്നെയോ ജമാഅത്ത് സാധ്യമാകുന്നിടത്ത് ജമാഅത്തിൽ തന്നെയാണ് നിസ്കരിക്കേണ്ടത്. മാ മനഅക യാ ഫുലാൻ അൻ തുസല്ലിയ മഅൽ ഖൗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പാഠങ്ങളുടെ ഒരുപാട് മസ്അലകളുടെ ഒരനുഭവമാണ് ആ ഒരൊറ്റ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച മറ്റൊരു ഹദീസിലേക്ക്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അശ്അരികൾ എന്ന് പറയുന്നത് യമനികളാണ്. അൽ ഈമാനു യമാനിൻ വൽ ഹിക്മതു യമാനിയ വൽ ഫിഖ്ഹു യമാനിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ യമനികളുടേതാണ്. ഈമാൻ തത്വജ്ഞാനം യമനികളുടേതാണ്. ദീൻ മനസ്സിലാക്കുന്നത് യമനികൾ മനസ്സിലാക്കുന്ന ദീനാണെന്ന് നബി തങ്ങൾ യമനികളെ സംബന്ധിച്ച് പുകഴ്ത്തി പറയാറുണ്ടായിരുന്നു. യമനി തറവാടുകൾപ്പെട്ട തറവാടാണ് അശ്അരികൾ. റസൂലുള്ളാഹി തങ്ങൾ പറയാറുണ്ട്, അശ്അരികൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന്. അവര് പകല് താമസിക്കുന്ന ഇടങ്ങൾ എനിക്കറിഞ്ഞില്ലെങ്കിലും അവര് രാത്രി എവിടെയാണുള്ളത് എന്ന് ഇരുട്ടിൽ എനിക്ക് മനസ്സിലാവും. അശ്അരികൾ എന്റെ ചുറ്റുവട്ടത്ത് എവിടെയാണുള്ളത്. യാത്ര പോകുമ്പോ സംഘങ്ങളായിട്ട് പോവുക. കുടുംബങ്ങൾ ഓരോരുത്തരും അവരൊരുമിച്ച് ക്യാമ്പ് ചെയ്യും. അപ്പൊ തങ്ങളുടെ വലത്താണോ ഇടത്താണോ മുമ്പിലാണോ പിറകിലാണോ അശ്അരികൾ താമസിക്കുന്നത് എന്ന് എനിക്കറിയാം. സ്വഹാബികൾ ചോദിച്ചു, നബിയെ അശ്അരികളുടെ കാര്യം മാത്രം അങ്ങ് പറയാൻ കാരണം എന്ത്? അതിന് നബി തങ്ങൾ പറഞ്ഞു, അശ്അരികളുടെ വിഷയം ഞാൻ പറയാൻ കാരണം ബിസൗതിഹിം ബിൽ ഖുർആൻ. രാത്രിയായാൽ അവനവന്റെ ടെന്നിന്റെ ഉള്ളിൽ നിന്ന്, കൂരയുടെ ഉള്ളിൽ നിന്ന് രാത്രി നേരത്ത് ഖുർആൻ ഓതുന്നവരാണ് അശ്അരികൾ. അവരുടെ ഖുർആനിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കറിയാം അത് അശ്അരി കുടുംബമാണെന്ന് എന്ന് പറഞ്ഞ അശ്അരികളെ നബി തങ്ങൾ പ്രശംസിച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി. അബൂ മൂസ അശ്അരി തങ്ങളോട് തന്നെ പറയാറുണ്ട്, അബൂ മൂസ, അല്ലാഹു നിങ്ങൾക്ക് മനോഹരമായ ശബ്ദമല്ലയോ നൽകിയത്? ഊതീത മിസ്മാറം മിൻ മസാമീരി ആലി ദാവൂദ്. ദാവൂദ് നബിയുടെ കുടുംബത്തിന് അല്ലാഹു നൽകിയ ശബ്ദമധുരിമ അബൂ മൂസ അശ്അരി നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നുവല്ലോ. നല്ല മധുരമായ ഖുർആൻ ഓതുന്നവരായിരുന്നു അശ്അരികൾ. അതിൽപ്പെട്ട പ്രശസ്തനായ സ്വഹാബിയാണ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. മഹാൻ പറയട്ടെ, ഞാൻ ഒരു ദിവസം എന്റെ വീട്ടിൽ നിന്ന് വുളൂഅെടുത്തു. ഇതിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്റെ മനസ്സിൽ ഞാനൊരു തീരുമാനമെടുത്തു. ലഅൽസമന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ കൂനന്ന മഅഹു യൗമി ഹാദാ. ഇന്നത്തെ ദിവസം ഇന്ന് ഒരു പണി വേറെയില്ല. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്കാണ് പോകുന്നത്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ റസൂലുള്ളാഹിന്റെ കൂടെയാണ് ഞാൻ ഉണ്ടാവുക. നല്ലൊരു തീരുമാനം. ഹബീബിന്റെ അടുത്ത് പഠിക്കണം, ഹബീബിന്റെ ബറക്കത്ത് എനിക്ക് വേണം, ഹബീബിന്ന് അറിവ് സ്വീകരിക്കണം. അവിടുത്തെ പരിശുദ്ധമായ നബുവത്തിന്റെ പ്രകാശത്തിന്റെ ഒരു സ്മരണം എനിക്കിന്ന് ലഭിക്കണം എന്ന തീരുമാനത്തിൽ ഞാൻ വുളൂഅെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു ചെല്ലുമ്പോ റസൂലുള്ളാഹി തങ്ങൾ അവിടെ ഇല്ല. അവര് പറഞ്ഞു, തങ്ങൾ പുറത്തു പോയല്ലോ. ഖറജ വവജ്ഹുഹു ഹുനാ. നബി തങ്ങൾ ഇങ്ങോട്ടാണ് പോയത് എന്ന് പറഞ്ഞു. ഫോൺ നമ്പർ ഒന്നും ഇല്ലല്ലോ വിളിക്കാന്. മഹാനായ അബൂ മൂസ അശ്അരി തങ്ങള് ഏകദേശം തങ്ങൾ പോയ റൂട്ടിലേക്ക് മഹാനവറുകൾ നടന്ന് ചെല്ലുമ്പോൾ ഹബീബായ നബി തങ്ങൾ എത്തിച്ചേരുന്നത് ദഖല ബിഅറ അരീസ് എന്ന് പറയുന്ന ഒരു കിണറുണ്ട് ഖുബാപള്ളിന്റെ അടുത്ത്. ആ കിണറിന്റെ അടുത്തേക്കാണ് നബി തങ്ങൾ പോയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് വളരെ വെള്ളം, വാട്ടർ ഫ്രണ്ട് നബി തങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിലേക്ക് നോക്കിയിരിക്കും. പക്ഷെ മദീനയിൽ തടാകമില്ല, മദീനയിൽ വലിയ അരുവികളും ജലാശയങ്ങളൊന്നും ഇല്ല. തങ്ങൾ കടലും കണ്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
കടൽ ഒരുപാട് ദൂരെയാണ്. മദീനയിൽ നിന്ന് യംബൂവിലേക്ക് പോകണം. അവിടേക്കൊന്നും പോകേണ്ട ഒരു എക്സ്പെഡിഷനോ കാര്യങ്ങളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. സൈന്യത്തിന്റെ കൂടെ പോലും തങ്ങൾ ആ വഴിക്കൊന്നും പോയില്ല. തങ്ങൾ കടൽ പോലും കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ എത്രയാ കടലിനെ കുറിച്ച് ഖുർആനിൽ വന്ന ആയത്തുകൾ. മഴ കിട്ടാത്ത നാടല്ലേ മക്കയും മദീനയും. മഴയെക്കുറിച്ച് എത്ര ആയത്തുകളാണ് ഖുർആനിലുള്ളത്. എത്രയാണ് മഴയെക്കുറിച്ച്, കാറ്റിനെ കുറിച്ച്, മേഘങ്ങളെ കുറിച്ച്. ഒരു മേഘം അവിടെ കാണാൻ പറ്റൂല. അപൂർവം ചില സമയത്തൊക്കെ മേഘം മൂടിയെങ്കിലായി അല്ലേ. ഇപ്പച്ചിരി മഴകളൊക്കെ കൂടി വരുന്നുണ്ട് അല്ലെ. ഗൾഫ് നാട്ടിലൊക്കെ മഴ കൂടുതലാണ്. അത് കുറച്ച് കൂടും എന്ന് തന്നെയാണ് ഹദീസിലുണ്ടത്. ലാ തഖൂമു സ്സാഅ ഹത്താ തഊദ അർദുൽ അറബി മുറൂജൻ വൻഹാറാ. ലോകാവസാനത്തിന്റെ മുമ്പ് അറബ് നാടുകൾ, ജസീറത്തുൽ അറബ്, അറബ് ഉപഭൂഖണ്ഡം അരുവികളും കാടുകളുമായിട്ടും ഈ ഭൂമി തിരിച്ചു വരുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല എന്ന് പുണ്യനബിയുടെ ഹദീസുണ്ട്, സ്വഹീഹായ ഹദീസ്. ലാ തഖൂമു സ്സാഅ ഹത്താ തഊദ അർദുൽ അറബി മുറൂജൻ വൻഹാറാ. അറബികളുടെ നാട് പുഴകളും അരുവികളും കാടുകളുമുള്ള പ്രദേശമായി മാറുന്നത് വരെ ഖിയാമത്ത് നാൾ നടക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ആർട്ടിഫിഷ്യൽ പുഴയെ കുറിച്ചല്ല പറയുന്നത്, കാലാവസ്ഥാ വ്യതിയാനങ്ങളുണ്ട്. അത് സംബന്ധിച്ച് സയന്റിസ്റ്റിന്റെ ഒരു പഠനം ഉണ്ടായിരുന്നു. കാരണം മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് അറബ് നാടുകൾ നല്ല സമ്പുഷ്ടമായ കാടുകളുള്ള പ്രദേശമായിരുന്നു. പിന്നെ അത് ഡെസേർട്ടായി മാറിയത്. അതുകൊണ്ടാണ് ഭൂമിന്റെ ഉള്ളിലെ ഫോസിൽ ഫ്യൂല്, പെട്രോളും ഡീസലൊക്കെ മരങ്ങളും ജീവികളും അഴിഞ്ഞു ചേർന്ന് മില്യൺ കണക്കിന് കൊല്ലങ്ങളെ കൊണ്ടുണ്ടാവുന്ന സാധനമാണെന്നാണ് ഇപ്പോ പെട്രോളിനെ പറ്റി പറയാൻ. ജീവജാലങ്ങളും ചെടികളുള്ളിടത്തെ പെട്രോൾ ഉണ്ടാവുള്ളൂ. അവകൾ മില്യൺ കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് നശിച്ചുപോയി അതിന് രൂപം മാറ്റം സംഭവിച്ചിട്ടാണ് പെട്രോളും ഡീസലും നാച്ചുറൽ ഗ്യാസും ഒക്കെ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് അതിന്റെ ഫോസിൽ ഫ്യൂൽസ് എന്ന് പറയാൻ കാരണം ജീവികളിൽ നിന്നുണ്ടാകുന്നതാണ്. അവർ നമ്മുടെ നാട്ടിലും കേരളത്തിലൊക്കെ അല്ലേ ഇത് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത്. അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ അതുണ്ടോ നമുക്കറിയില്ല. പക്ഷെ അറബ് നാട് അങ്ങനെയായിരുന്നുവെന്നും അത് ഇനി തിരിച്ചു വരുമെന്നും കാലാവസ്ഥകൾക്ക് വ്യതിയാനങ്ങൾ ഉണ്ടായി ഒരുപാട് മഴയും ഫലപുഷ്ടമായ മണ്ണായും ആ നാട് മാറിയിട്ട് അവിടെ പച്ചപ്പ് വരും എന്ന് സയൻസിന്റെ ഒരു പ്രഡിക്ഷൻ, ഒരു സയന്റിസ്റ്റിന്റെ ഒരു പഠനം ഉണ്ടായിരുന്നു. ഞാനത് ഇന്നത്തെ വിഷയം അതല്ലാതെ ഞാനിപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ് ഈ ഹദീസ്. പക്ഷെ അങ്ങനെ ഒരു പഠനം തന്നെയുണ്ട്. അറബ് ലോകം അങ്ങനെയാണ്. ഒരു തായ്വാൻകാരനായ ഒരു സയന്റിസ്റ്റിന്റെ ഒരു ഗവേഷണമുണ്ട് അതിനെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെ തിരിച്ചു വരുന്ന മഴഞ്ഞു കൂടിക്കൊണ്ടുവരും അവിടങ്ങളിലൊക്കെ. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മഴകൾ അങ്ങോട്ട് നീങ്ങിയാണോ അല്ലാഹു അലം. അവിടെ നല്ല സമൃദ്ധമായ മഴ പെയ്യാൻ തുടങ്ങുന്ന. പക്ഷെ നബി തങ്ങളുടെ കാലത്തൊന്നും അതില്ല. വളരെ നേർത്ത മഴ. ഇതാണ് മഴ എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഒരു സ്പ്രേ ഉള്ളൂ. അത് എപ്പോഴെങ്കിലും കിട്ടിയെങ്കിലായി. എന്നാൽ എത്രയാണ് മഴയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കാണുന്ന റെഫറൻസുകൾ ഒരുപാടാണ്. ഹബീബായ നബി ഞങ്ങൾക്ക് വെള്ളം ഇഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഹബീബായ നബി ഞങ്ങൾ ഖുബാ പള്ളിയുടെ അടുത്തുള്ള അരീസ് എന്ന് പറയുന്ന കിണറിന്റെ അരികത്തേക്ക് ചെന്നു. അവിടെ ഒരു ചെറിയ ഒരു ഈത്തപ്പന തോട്ടമാണ്. ആ കിണറ്റിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നബി തങ്ങളുടെ മോതിരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് വീണുപോയത് ആ കിണറ്റിലാണ്, അരീസ് കിണറ്റിലാണ്. പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ മുങ്ങിത്താവാൻ നിൽക്കണ്ട. അവിടെ പണ്ട് കാലം മുതലേ ആൾക്കാർ അന്വേഷിക്കാൻ തുടങ്ങിയതാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. അരീസ് കിണറിൽ ഉസ്മാൻ റളിയല്ലാഹു തങ്ങളുടെ കാലശേഷം ഹബീബായ നബി തങ്ങളുടെ മോതിരം ഖുലഫാ ഉർ-റാഷിദീങ്ങളുടെ കയ്യിലാണ്. സിദ്ദീഖ് തങ്ങളുടെ കയ്യിലായിരുന്നു. സിദ്ദീഖ് തങ്ങൾ വഫാത്തായപ്പോൾ ഉമർ തങ്ങൾ കൊടുത്തു. ഉമർ തങ്ങളുടെ കാലം ഉമർ തങ്ങൾ ഉസ്മാൻ തങ്ങൾക്ക് കൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുമ്പോൾ കയ്യിൽ നിന്ന് വീണുപോയതാ. പിന്നെ എത്ര തെരഞ്ഞിട്ടില്ല. ഉസ്മാൻ തങ്ങൾ ഭയങ്കര സങ്കടമായിരുന്നത്. നഷ്ടപ്പെട്ടു പോയല്ലോ, അത് കിട്ടിയില്ല, പിന്നെ കണ്ടുകിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ആ മോതിരം നഷ്ടമായ ഒരു കിണർ കൂടിയാണ് ബിർ അരീസ്. അതിന്റെ ആ കിണറിന്റെ ഭാഗങ്ങളൊക്കെ ടൂറിസ്റ്റുകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ മദീനയിൽ. ബിർ അരീസിൽ നബി തങ്ങൾ ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങൾ ആ കിണറ്റിന്റെ വക്കിൽ ഇരിക്കുകയാണ്. അപ്പൊ ചെറിയ കിണറാണ്, ആഴം കുറവാണ്, അതിൽ വെള്ളവുമുണ്ട്. മദീനയിൽ അന്ന് വെള്ളം കൂടുതലുണ്ട്. ഇന്നത്തെ പോലെയല്ല. ഉഹദിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ കാണുന്ന ചില ചാലുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വെള്ളം പോകുന്ന ചില സ്ട്രീമുകൾ. അപ്പൊ അത് ഡ്രൈ ആണ്. പക്ഷെ അന്ന് മദീനയിൽ അതിലൊക്കെ നേരിയ വെള്ളമുണ്ടായിരുന്നു. ഈത്തപ്പന തോട്ടത്തിലൂടെയൊക്കെ വെള്ളങ്ങൾ കടന്നു പോകുന്ന വെള്ളത്തിന്റെ ചാലുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. മദീനയിൽ കുളം ഉണ്ടായിരുന്നു. കുളം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും കിണറല്ലല്ലോ, ഭൂമിക്ക് മുകളിൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. നമ്മുടെ കേരളമൊക്കെ അള്ളാഹുവിന്റെ എത്ര വലിയ അനുഗ്രഹമുള്ള നാടാണ്. നമ്മൾ മണ്ണ് കുഴിച്ചാൽ വെള്ളം കിട്ടും. ഇത് ഫിൽറ്റർ പോലും ചെയ്യാതെ ടാങ്കിലേക്ക് അടിച്ച് വെള്ളം കുടിക്കുന്നില്ലേ നമ്മള്? എനിക്കറിയില്ല കേട്ടോ, ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഭൂമിയിൽ നിന്ന് നേരെ വെള്ളം എടുത്ത് കുടിക്കുന്ന സ്ഥലമുള്ളത്. ഇത്ര നല്ല വെള്ളം, ഫിൽറ്റർ പോലും ചെയ്യാത്ത വെള്ളം, ഇത്ര രുചിയുള്ള വെള്ളം കിട്ടുന്ന നാട് എനിക്കറിയില്ല. ഞാൻ യാത്ര പോയ സ്ഥലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ എനിക്കറിയില്ല.
വളരെ അപൂർവമാണ്. ഈ ടേസ്റ്റ് കിട്ടൂല. വെള്ളം കിട്ടുന്ന കട്ടിയുള്ള വെള്ളമൊക്കെ ഉണ്ടാവും, ഒന്നും ടേസ്റ്റ് കിട്ടും. എന്ത് രുചിയുള്ള വെള്ളമാണ് നമുക്ക് അള്ളാഹു ഇവിടെ തന്നത്. അതിന് മാത്രം അള്ളാഹ്ക്ക് നന്ദി ചെയ്യണമെങ്കിൽ എത്ര നന്ദി പറയേണ്ടി വരും. യാ അല്ലാഹ്. അതുകൊണ്ടായിരിക്കില്ലേ ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ കൺട്രി ബട്ട് ഡെവിൾസ് ഓൺ പീപ്പിൾ എന്ന് പറയുന്നത്. അല്ലാഹു അലം. അപ്പോ ജനങ്ങളും പടച്ചവൻ ആൾക്കാരനെ ആവട്ടെ. ജനങ്ങൾ മഹാവടക്ക് സ്വഭാവം, നാട് അള്ളാഹിൻ്റെത്, അങ്ങനെ ആവണ്ട. അപ്പോ വലിയ അത്ഭുതമുള്ള നാടാണ് നമ്മുടെ നാട്. അതിന്റെ നല്ല ശുദ്ധിയുള്ള വെള്ളല്ലേ നമ്മുടെ പുഴയിലൂടെ ഒക്കെ ഒഴുകുന്നത്. നല്ല നല്ല ശുദ്ധമുള്ള ഉപ്പുരുചിയില്ലാത്ത വെള്ളം ഒഴുകുക ഭൂമിക്ക് മുകളിലൂടെ. ഭയങ്കര സൗഭാഗ്യമല്ലേ? എത്ര വലിയ നിഅമത്താണെന്ന് ഇത് ഇല്ലാത്ത നാടിലേക്ക് ചെല്ലുമ്പോഴേ നമുക്കറിയുള്ളൂ. ഹബീബായ നബി തങ്ങൾ കിണറ്റിന്റെ വക്കിൽ ചെന്നിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കിണറ്റിലേക്ക് ഒരൽപ്പം കാല് പൊക്കിയിട്ട് നബി തങ്ങൾ വെള്ളത്തിലേക്ക് കാലിട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് കുടിക്കാൻ ഉപയോഗിക്കുന്ന കിണറാണോ, അതല്ല കൃഷിക്ക് മാത്രം ഉപയോഗിക്കുന്ന നനക്കുന്ന കിണറായിരിക്കുമോ എന്നൊക്കെ പണ്ഡിതന്മാർ പറയും. അതുകൊണ്ടായിരിക്കും തങ്ങൾ അതിൽ കാലിട്ടത്. വെള്ളം നനയാനും കാലിനൊരു ശരീരത്തിന് ഉണർവ് കിട്ടാനും തങ്ങൾ ചെയ്തതായിരിക്കാം. കിണറിന്റെ ഒരു വക്കിൽ നബി തങ്ങൾ ഇരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖഫ് എന്ന് പറയുന്നത് കിണറിന്റെ ആ ഒരു ചുറ്റുമതിലിന് അറബിയിൽ പറയുന്ന പേരാണ് ഖഫ്. തങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഈത്തപ്പനയുടെ വടികൾ കൊണ്ടുണ്ടാക്കിയ ഒരു വാതിലുണ്ട്. അതിന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോ തങ്ങൾ ഒറ്റക്കാണ് അവിടെ. തങ്ങളുടെ കയ്യിലൊരു വടിയുണ്ട്. ആ വടിയിൽ വെള്ളവും ചെളിയൊക്കെ ഉള്ള ആ ഭാഗം നബി തങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് വടി കൊണ്ട് ഇങ്ങനെ തൊട്ടു നോക്കുന്നുണ്ട്. ആ വെള്ളത്തിലേക്ക് നോക്കി നബി തങ്ങൾ ഇരിക്കുകയാണ്. എന്തിനാണ് തങ്ങൾ അവിടെ ചെന്നിരുന്നത്? എന്തിനായിരുന്നു തങ്ങൾ ഒറ്റയ്ക്ക് ഒരു കിണറിന്റെ വക്കത്ത് പോയി നിന്നത് ഒന്നും നമുക്കറിയില്ല. തങ്ങൾ അത് ഇഷ്ടപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് വെള്ളം ഇഷ്ടമായിരുന്നു, വെള്ളത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമായിരുന്നു. മദീനയിൽ ഒരു കുളമുണ്ടായിരുന്നുവെന്നും ആ കുളത്തിൽ നബി തങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും നീന്തിയിട്ടുണ്ട് എന്ന ഹദീസിലുണ്ട്. നബി തങ്ങൾ അവിടെ കുളത്തിൽ കുട്ടികളെ കുളിക്കുമ്പോൾ ഒരു നീന്തൽ മത്സരമൊക്കെ നടത്തൂലേ? ഞാനിവിടെ വരുമ്പോ നമ്മുടെ സിയാദ്കാട് ചോദിക്കുന്ന, ഈ കനാലിലൊക്കെ ഇഷ്ടം പോലെ വെള്ളല്ലേ, ഇതിനൊരു തടയൊന്നും ഇല്ലാണ്ടിരുന്നാൽ കുട്ടികളാണെങ്കിലും വീഴൂലേ? പറഞ്ഞു ഉസ്താദേ, പാനിപ്പുഴയിലെ കുട്ടികളൊക്കെ നല്ല നീന്തറിയുന്ന മക്കളാണ്. ഓക്കെ, മതി മതി, കുഴപ്പമില്ല. നീന്തൻ പഠിക്കണം, നീന്താൻ അറിയണം. അല്ലിമു ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞതിലുണ്ട്. തിലാവത്തുൽ ഖുർആൻ, ഹുബ്ബ നബിയിക്കും ഹുബ്ബ അഹ്ലി ബൈതിഹി വ തിലാവത്തുൽ ഖുർആൻ. ഖുർആൻ ഓതാനും നബി തങ്ങളുടെ കുടുംബമായ തങ്ങന്മാരെ സയ്യിദന്മാരെ സ്നേഹിക്കാനും നബിതങ്ങളെ സ്നേഹിക്കാനും മക്കളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. പിന്നെ നബി തങ്ങൾ പറഞ്ഞ കാര്യമാണ് അല്ലിമുഹുമുർ റിമായ വൽ ഫുറൂസിയ്യത വസ്സിബാഹ. ഹോഴ്സ് റൈഡിംഗ് മക്കളെ പഠിപ്പിക്കണം, ആർച്ചറി മക്കളെ പഠിപ്പിക്കണം. പിന്നെ പറഞ്ഞു അസ്സിബാഹ, നീന്താനും പഠിപ്പിക്കണം. ഇത് പറയുമ്പോൾ ഒരു സ്വിമ്മിംഗ് പൂൾ മക്കയിലില്ല, മദീനയിലില്ല. എവിടെയൊക്കെ സാധ്യമാകുമോ നിങ്ങളത് പഠിപ്പിക്കണം മക്കൾക്ക്. നോക്കണം, എത്ര വലിയൊരു ലൈഫ് സ്കില്ലാണ് നീന്തുക എന്ന് പറഞ്ഞത്, അല്ലേ? നീന്താൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിയാട്ടെ. ഉറപ്പന്നല്ലേ? അൽഹംദുലില്ലാഹ്. ഒരാള് മുങ്ങിപ്പോയ രക്ഷപ്പെടുത്താനുള്ള കഴിവുണ്ട്, സ്വന്തം നീന്തി രക്ഷപ്പെടും, അതൊന്നും വേറെയാണ്. ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയും, അങ്ങനത്തെ ഒന്ന് കൈപൊക്കിയാട്ടെ. അവർക്ക് ഗവൺമെന്റിന് ആവശ്യം ഉണ്ടാവേ, ഒരു പ്രളയമോ ഒരു ആവശ്യമോ വരുമ്പോ മാഷാ അല്ലാഹ് നീന്തണം, നീന്താൻ അറിയണം. സ്വിമ്മിംഗ് പൂളിൽ 4 കാലിട്ടടിച്ചുകൊണ്ടോ നീന്താവില്ല. ശരിക്ക് നല്ല കുളത്തിലും പുഴയിലും കടലിലൊക്കെ നീന്തി തന്നെ പഠിക്കണം. ഞങ്ങൾ ദാറുൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ അടുത്ത് കടലുണ്ടി പുഴയുണ്ട്, നീന്തിയിരുന്നു. എന്റെ സീനിയർ ക്ലാസ്സിലെ ഒരു സുഹൃത്ത് വെള്ളത്തിൽ മുങ്ങി ഏകദേശം തീരുമാനാകാൻ പോകുന്ന നേരത്ത് പിന്നിലേക്ക് ചെന്ന് തള്ളി ആ സുഹൃത്തിനെ കരയിലേക്ക് അടുപ്പിച്ച് രക്ഷപ്പെടുത്തി എന്നൊരു ആത്മവിശ്വാസം, ഒരു ധൈര്യവും ഒരു സന്തോഷവും ഉള്ളത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ. എന്ന് വെച്ചാൽ നീന്തൻ അറിയണം, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി എന്ന് ഞാൻ പറയാൻ. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്, 1997-ലോ 96-ലോ ഒക്കെയാണ് ആ സംഭവം നടക്കുന്നത്. ഏതായിരുന്നാലും അറിയണം. നബി ഞങ്ങൾ സുന്നത്താണെന്ന് പഠിപ്പിച്ചതാണ്, സുന്നത്താണത്, നീന്താൻ അറിയണം. പുണ്യനബി ഞങ്ങൾ നീന്തുമ്പോഴേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളും ഉമർന്നവരൊക്കെ ഉള്ള ആ ഒരു കിണറ്റിൽ നബിതങ്ങൾ ഒരു കളി, ഒരു കോമ്പറ്റീഷൻ വെച്ചു. അങ്ങനെ കുറച്ചാൾക്കാരെ നബിതങ്ങൾ ഒരു ലൈനിൽ നിർത്തി, മറ്റവരെ അക്കരയിൽ നിർത്തി, ഒരറ്റത്ത് നിന്ന് മറ്ററ്റത്തേക്ക് തങ്ങൾ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും അവനവന്റെ ഹബീബിലേക്ക് നീന്തിക്കോളൂ എന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ട അവന്റെ കൂട്ടുകാരനെ വന്ന് തൊടിൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നബിതങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് നീന്തിച്ചെന്നു എന്ന ഹദീസിൽ കാണാൻ കഴിയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനത്തെ കളിയൊക്കെ ഉണ്ടായിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മളെന്താ സംഭവം എന്ന് പറയും, കുളത്ത് പോയിട്ട് സോപ്പിട്ട് തിരുമ്പും നമ്മുടെ ഡ്രസ്സൊക്കെ. ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ സോപ്പിട്ട് അലക്കാനുള്ളതല്ല. ശരിക്കും അവിടെ നമ്മൾ സോപ്പ് തേച്ച് കുളിക്കുക പോലും ചെയ്യരുതെന്ന്.
കുളിക്കാൻ വേറെ പുറത്തേക്ക് കൊണ്ടുപോകും. ആ വെള്ളം അഴുക്കാവില്ലേ, അത് പുറത്തേക്ക് ഒഴുകി പോകുന്നില്ലെങ്കിൽ ആ സോപ്പും നമ്മൾ കഴുകുന്നതിന്റെ അഴുക്കും വൃത്തികേടൊക്കെ പിന്നെ അതിൽ പോയിട്ട് തന്നെ മുങ്ങി കുളിച്ചിട്ട് എന്താ കാര്യം? ഉദു എടുക്കുന്നിടത്ത് ഹൗദുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. പലരും വിചാരിക്കും ഹൗദ് പറഞ്ഞാൽ ചളി കളയാനുള്ള സ്ഥലമാണെന്ന വിചാരം. എന്നിട്ട് കയ്യുമ്പത്തെ കറുപ്പും ചറുവ ചളിയും അതിലേക്ക് ഇങ്ങനെ ഉറ്റി ഇങ്ങനെ വീഴുന്നത് കാണാം. എന്നിട്ടാണ് ഉദു എടുക്കുകയും ചെയ്യും. അത് പുറത്തേക്ക് മാറ്റിയിട്ടാണ് കഴുകേണ്ടത്. ഇതൊരു കോമൺ സെൻസ് ഉണ്ടായ പോലെ മനസ്സിലാക്കാന്. മൂക്കൊക്കെ കഴുകിയിട്ട് അതൊക്കെ കൈയൊക്കെ ആക്കിയിട്ടുണ്ട് അതിലിട്ടിട്ട് കൈ കഴുകുന്നത്. എന്ത് വൃത്തികേടാണ് അതൊക്കെ. ഉദു എടുക്കാൻ വെച്ചത് ശുദ്ധിയുള്ള വെള്ളമാണ്. അത് ഞാൻ മുതനജ്ജിസ് ആയിക്കൊള്ളുന്നില്ല, എന്നാലും ഒരു വൃത്തി എന്ന് പറഞ്ഞ സംഭവമല്ലേ. നമുക്ക് കഴുകാനുള്ള അഴുക്കൊക്കെ പുറത്തേക്ക് വെള്ളമെടുത്ത് കഴുകിയിട്ട് കൈ വൃത്തിയായിട്ട് ആ വൃത്തിയായ കൈ കൊണ്ടാണ് നമ്മൾ മുഖവും കൈയും കാലൊക്കെ ഇവിടെ കഴുകേണ്ടത്. ഉളൂഇന്റെ ആ ഒരു ഹൗദിന്റെ വെള്ളം വൃത്തി കേടാക്കാനുള്ളതല്ല. എന്നതുപോലെ നമ്മുടെ സ്വിമ്മിംഗ് പൂളുകളൊക്കെ, നമ്മുടെ വിഷയം അതൊന്നല്ല, പക്ഷെ നബി ഞങ്ങൾക്ക് വൃത്തി ഇഷ്ടമാണ്. അതുകൊണ്ട് പറയാം, സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കുപ്പായി ഒരു ഒറ്റച്ചാട്ടം. ചില വീടുകളിലൊക്കെ ഉണ്ട് ഇപ്പൊ സ്വിമ്മിംഗ് പൂള്. ഇപ്പൊ ഹോട്ടലുകളിൽ ഉണ്ടായിരിക്കാം, എവിടെയെങ്കിലും വല്ല റിസോർട്ടുകളിൽ ഉണ്ടായിരിക്കാം. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമ്പോൾ പോലും നല്ല ശുദ്ധിയുള്ള വെള്ളത്തിൽ പോയി വിയർപ്പ് ശരിക്കും വൃത്തിയായി കളഞ്ഞതിന് ശേഷമേ സ്വിമ്മിംഗ് പൂൾ വന്ന് കുളിക്കാൻ പാടുള്ളൂ എന്നാണ്. പിന്നെ കുളത്തിൽ മൂത്തൊഴിക്കുന്ന മഹാന്മാരും മഹതികളൊക്കെ ഉണ്ട്, ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത സംഗതികളാണ്. നമ്മൾ അത് പറയുന്നത് അത് ചെയ്യരുത്. ആരും കാണുന്നില്ല, ചിലപ്പോൾ അറിഞ്ഞിട്ടില്ല എന്ന് വന്നേക്കാം. വൃത്തികേടല്ലേ അത്. മനുഷ്യന്റെ വിസർജ്യം ആ വെള്ളത്തിൻ്റെ ഇത് പോയിട്ട് കുട്ടികൾ വായിലിട്ടിട്ട് ഊതുന്നു. അത് ചിലർ അറിയാതെ കുടിക്കുന്നു. എന്താണ് അതിന്റെ അവസ്ഥ എന്ന് അല്ലാഹ്ക്കേ അറിയുള്ളൂ. ഇത് നബി ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ട്? നബി ഞങ്ങൾക്ക് വൃത്തി ഇഷ്ടമാണ്. അവിടുന്ന് വൃത്തി അത്ഹൂറു ശത്റുൽ ഈമാൻ, വൃത്തി ഈമാനിന്റെ പകുതിയാണെന്ന് പഠിപ്പിച്ച നബിയാണ് നമ്മുടേത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ എന്തല്ല, ചളി പോയിട്ട് കഴുകാനുള്ള സ്ഥലം, സോപ്പിട്ട് കഴുകാനുള്ള സ്ഥലമല്ല അത്. വെള്ളത്തിൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസ്, വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് വി ക്യാൻ ഡു, വെള്ളത്തിൽ സ്വിമ്മിംഗ് ആണ്. അപ്പൊ അത് വൃത്തിയിലാവണം. ദേഹത്ത് വിയർപ്പ് പോലും ഉണ്ടാവരുത് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുമ്പോൾ. അതിലിട്ട് സോപ്പിട്ട് കഴുകാനും പാടില്ല, പുറത്ത് വന്നിട്ടാണ് കഴുകേണ്ടത്. എന്നതുപോലെ നമ്മുടെ ഹൗദിൻ കരകളൊക്കെ വൃത്തിയിൽ സൂക്ഷിക്കണം. അങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂളിൽ പുണ്യനബി തങ്ങളും അവിടുത്തെ അസ്ഹാബുകളും നീന്തൽ മത്സരങ്ങൾ നടത്തി എന്ന് പറയുന്നത് എത്ര കൗതുകമാണ്. ഇതൊക്കെ അപൂർവമേ അന്ന് ഉണ്ടായിട്ടുള്ളൂ. മദീനയിൽ അങ്ങനെ ഒരു കുളം ഉണ്ടായിരുന്നു. അവിടെ പോയി നബി തങ്ങൾ കുളിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വിഷയം അരീസ് കിണറിന്റേതാണ്. ആ കിണറിന്റെ അരികത്ത് നബി തങ്ങൾ കാലിട്ട് ആ വെള്ളത്തിലേക്ക് കാലും തൂക്കി പിടിച്ചിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമയം ഞാൻ നോക്കുന്നുണ്ട്, 25 മിനിറ്റാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ പറഞ്ഞ സമയമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 11:40 പറഞ്ഞത്. ഓൺ ടൈം നമ്മൾ ടിറ്റിയാണ്, ടൈം ടു ടൈം. അപ്പോ ടൈം ടു ടൈം അല്ല, ടൈം ടു ടൈം. ഇൻഷാ അല്ലാഹ് സമയത്ത് തുടങ്ങി സമയത്ത് അവസാനിപ്പിക്കും. പേടിക്കേണ്ട. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ അവസാനിപ്പിക്കും. പിന്നെ ദുആക്ക് 5-10 മിനിറ്റ് മാക്സിമം ഇൻഷാ അല്ലാഹ്. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളെ കാണാൻ വേണ്ടി ചെല്ലുന്നു. തങ്ങൾ ആ ഒരു കിണറിന്റെ വക്കില് ഇരുന്നു കൊണ്ട് കാല് കിണറ്റിലേക്കിട്ട് ഒരു വടി കൊണ്ട് വെള്ളത്തിൽ കുത്തി നിന്ന് നബി തങ്ങൾ എന്തൊക്കെയോ വരക്കുന്നു. ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് നബി തങ്ങൾ അതിലേക്ക് നോക്കി നിന്ന് തങ്ങൾ എന്തോ ചിന്തിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അങ്ങോട്ട് ചെന്നു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വുദൂഎടുത്ത് വൃത്തിയായി വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഫഖുംതു ഇലൈഹി, ഞാൻ നോക്കുമ്പോ ആരും ഹബീബിന്റെ കൂടെ അല്ല. ഒരു തോട്ടത്തിനുള്ളിൽ നബി തങ്ങൾ ഒറ്റയ്ക്കാണ്. എന്റെ മനസ്സിലുള്ള നിയ്യത്ത് നോക്കണേ, ഇന്ന് റസൂലുള്ളാഹിന്റെ കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കൂടെ നിൽക്കും. നമ്മുടെ പള്ളിയിലെ ഉസ്താദിന്റെ കൂടെ, അല്ലെങ്കിൽ ഖത്തീബിന്റെ കൂടെ, നമ്മുടെ ഒരു നേതാവിന്റെ കൂടെ ഇന്ന് ഫുൾ ഡേ അവർക്കുള്ള ഖിദ്മത്ത് ചെയ്യാൻ ഞാൻ ഇന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ ഒരു മധുരം എത്രയാണ്. പുണ്യ നബി തങ്ങളുടെ അരികത്തേക്ക് എത്തി മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറഞ്ഞു, അബൂ മൂസ, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ആ ഗേറ്റ് നിങ്ങളൊന്ന് നോക്കണേ. നിങ്ങൾ അവിടെ ഇരുന്നോളൂ. ആര് വന്ന് വാതിൽ തുറക്കാൻ ചോദിച്ചാലും എന്നോട് പറഞ്ഞിട്ട് തുറന്നു കൊടുത്താൽ മതി കേട്ടോ. എനിക്കൊരൽപ്പം സോളിറ്റ്യൂഡ്, ലോൺലിനെസ്, ഒറ്റയ്ക്കിരിക്കണം. നബി തങ്ങൾക്ക് അത് ഇഷ്ടമായിരുന്നിരിക്കാം. ഞാനിവിടെ ഇരിക്കുകയാണ്, അതുകൊണ്ട് അബൂ മൂസ ഗേറ്റ് നിങ്ങൾ നോക്കേണമേ. എന്റെ ഗേറ്റ് കീപ്പറാണ് ഇന്ന് നിങ്ങൾ. അബൂ മൂസ അശ്അരി തങ്ങൾ ഈ ഹദീസ് പറയുമ്പോൾ തന്നെ കുൻതു ബവ്വാബൻ ലിറസൂലില്ലാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഗേറ്റ് കീപ്പറായിട്ട് ജോലി ചെയ്ത ദിവസം എന്നാണ് മഹാൻ തന്നെ പറയുന്നത്. നബി തങ്ങൾക്ക് ഗേറ്റ് കീപ്പർ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം നബി തങ്ങൾക്ക് ഇല്ലായിരുന്നു. തങ്ങൾക്ക് അങ്ങനെ ഗാർഡിയൻസോ അങ്ങനെ ഖാദിമീങ്ങളോ ഒന്നുമില്ല. ഇന്ന് രാവിലെ പുലർച്ചെ ബഹുമാനപ്പെട്ട ജഫരി മുത്തുക്കോയ തങ്ങൾ അവറുകൾ, സയ്യിദുൽ ഉലമ, നമ്മുടെ സമസ്ത ജമീഅത്തുൽ ഉലമയുടെ അഭിനന്ദനായ പ്രസിഡന്റ്, തങ്ങളുടെ കൂടെ ഞാൻ മസ്കറ്റ് എയർപോർട്ടിലാണ്. അപ്പൊ തങ്ങളുടെ ബാഗും തങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കയ്യിൽ പിടിച്ചിട്ട് പിന്നെ എമിഗ്രേഷനിലേക്ക് കൊണ്ടുപോയി തങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഫ്ലൈറ്റിലേക്കുള്ള ഗേറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒന്ന് ചെറിയൊരു ഖിദ്മത്ത്. അപ്പൊ തങ്ങള്
എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ബാഗ് വാങ്ങിച്ചു, തങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പാസ്പോർട്ട് വാങ്ങി. എനിക്ക് കൈ ചെറിയ പൊട്ടുള്ളതുകൊണ്ട് ഈ കയ്യിൽ വെയിറ്റ് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തങ്ങൾ എൻ്റെ ഒരു കയ്യിലുള്ളത് തങ്ങൾ പിടിച്ചു വാങ്ങുന്നു, തങ്ങളുടെ കയ്യിലുള്ള ബാഗ് ഞാനും പിടിച്ചു വാങ്ങുന്നു. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അവസാനം തങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ തങ്ങളെ ദയവ് ചെയ്ത് തങ്ങൾ എൻ്റെത് പിടിക്കൽ ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, മോനെ നിങ്ങൾക്കറിയോ, ഒരു ഖാദിമ കൂടെ ഉണ്ടായാൽ നമുക്ക് അഹങ്കാരം വരും. ഒരാൾ നമുക്ക് ഖിദ്മത്തിലുണ്ടായാൽ അതൊരു വലിയ ഫിത്നയാണ്. ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അതിനു മാത്രമൊക്കെ എനിക്ക് ഖിദ്മത്ത് ചെയ്യപ്പെടാൻ മാത്രം ഞാനൊരു വലിയ മുതിർന്ന ആളാണെന്ന് എനിക്ക് തോന്നൽ വരൂലേ? അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. എന്റെ കാര്യം ഞാൻ തന്നെ ചെയ്യലാണ് എനിക്കിഷ്ടം. ഒരു ഖാദിമുണ്ടാകുമ്പോൾ നമുക്ക് കിബർ വന്നു പോകുമോ എന്ന് പേടിക്കണം എന്ന് പറഞ്ഞ് തങ്ങളുടെ സാധനങ്ങളൊക്കെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ രണ്ട് ഫ്ലൈറ്റിനായതിന്റെ പേര് പിന്നെ അങ്ങനെ പോയി. പക്ഷേ മഹാനവറുകൾ ചിന്തിച്ചൊരു ചിന്ത നോക്കണം. ഒരു ഖാദിമോ മറ്റോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ കൂടെ കുറെ ഖാദിമീങ്ങൾ ഇങ്ങനെ പിന്നാലെ കൂടിയപ്പോ ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ്? ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നതാണ്. പറഞ്ഞു, നിങ്ങളുടെ കൂടെ വരുമ്പോ നിങ്ങൾക്ക് ഇതൊരു നിന്ദ്യതയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫിത്നയാണ്, എനിക്കിതൊരു പരീക്ഷണമാണ് നിങ്ങൾ എന്റെ കൂടെ വരുന്നത്. എന്റെ ഖൽബിലേക്ക് എന്തെങ്കിലും ഒരു തോന്നൽ വന്നാൽ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നഷ്ടപ്പെട്ടവനായി മാറൂലേ? അതുകൊണ്ട് നിങ്ങളാണെങ്കിലോ നിങ്ങൾ നിന്ദ്യരാവേണ്ട, നിങ്ങൾക്ക് ഇസ്സത്തില്ലേ, നിങ്ങൾ ഖാദിമീങ്ങളായി പോരേണ്ട ആൾക്കാരല്ല, നിങ്ങൾ ഒറ്റക്ക് അവനവന്റെ കാര്യത്തിന് നടക്കിൻ എന്ന് പറഞ്ഞ് മഹാനവറുകൾ അവരെ മാറ്റിവിട്ടു എന്ന് ഹദീസിൽ കാണാൻ കഴിയും, അസറുകളിൽ കാണാൻ കഴിയും. ഹബീബായ നബി ഞങ്ങൾക്ക് ഗേറ്റ് കീപ്പർ ഒന്നും ഉണ്ടായിട്ടില്ല നബി തങ്ങളുടെ വീടിന് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നൊരു പെണ്ണ്, ഒരു ഉമ്മ ഒരു ഖബറിന്റെ അടുത്തിരുന്നു കൊണ്ട് ഇങ്ങനെ തേങ്ങി കരയുന്നത് കാണുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി, ആ ഉമ്മയുടെ പ്രിയപ്പെട്ട ആരോ മരിച്ചു പോയിട്ടുണ്ട്, ആ ഉമ്മയുടെ വേണ്ടപ്പെട്ട ആരോ ഒരാളിന്റെ ഖബറാണത്. ഉമ്മ ഇങ്ങനെ കരയാണ്. ഒരു പുതിയ ഖബർ അവിടെ കണ്ടു. ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞു, യാ ഉമ്മ ഇസ്ബിരി ഇസ്ബിരി, ഉമ്മ നിങ്ങൾ ക്ഷമിക്കണേ, നിങ്ങൾ ക്ഷമിക്കണേ. പക്ഷെ ഉമ്മക്ക് മനസ്സിലായില്ല ആരായി പറയുന്നത്. ഉമ്മ പറഞ്ഞു, ഇലൈക അന്നി, നിങ്ങളൊന്ന് പോകുമോ? ഫഇന്നക ലം തുസിബ് മുസീബതി, എനിക്ക് സംഭവിച്ച മുസീബത്ത് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ എന്നോട് ക്ഷമിക്കാൻ പറയുന്നത്, നിങ്ങളൊന്ന് പോകോ എന്ന് പറഞ്ഞ പോലെ ആ പെണ്ണ് പറഞ്ഞു. നിങ്ങളൊന്നും പറയാതെ പോന്നു കേട്ടോ. അപ്പൊ ആളുകൾ പറഞ്ഞു, ഉമ്മ ആരാണാ പറഞ്ഞത്, നിങ്ങൾക്ക് തിരിഞ്ഞോ? ഇല്ല, ഇന്നഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ് നിങ്ങളോടാ വന്ന് പറഞ്ഞത്, പരിശുദ്ധ പ്രവാചകരോടാണ് നിങ്ങളാ പറഞ്ഞതെന്ന് മാറി നിൽക്കിനെന്ന്. ഉമ്മ പറയാണ്, എനിക്ക് ഇടിമിന്നലേറ്റതുപോലെ തോന്നുന്നു, എനിക്ക് പേടിയാവുന്നു, എനിക്ക് ഹബീബിനോട് ചെന്ന് മാപ്പ് പറയണം. അങ്ങനെ ആ ഉമ്മ ഹബീബിന്റെ വീട്ടിലേക്ക് വരുന്ന കാഴ്ച, ആ ഒരു അനുഭവം ഹദീസിൽ വായിക്കാൻ കഴിയും. ഉമ്മ പറയാണ്, ഫജിഅ്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹബീബിന്റെ അരികത്തേക്ക് വന്നു. എന്നിട്ട് ഹബീബിനോട് ഞാൻ ചെന്ന് പറഞ്ഞു, നബിയേ, അങ്ങ് എന്നോട് പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അങ്ങാണ് എന്നോട് സംസാരിക്കുന്നതെന്ന്, അതുകൊണ്ട് എനിക്ക് മാപ്പാക്കി തരയണമേ എന്ന് നബിയോട് പറയാൻ ആ ഉമ്മ വന്നു. ഫമാ വജദ്തു ഇൻദഹു ബവാബീൻ, ആ പ്രവാചകന്റെ അടുത്ത് ഗേറ്റ് കീപ്പർമാരെയോ സെക്യൂരിറ്റി സ്റ്റാഫിനെയോ ഞാൻ കണ്ടില്ല എന്ന് ആ ഉമ്മ പറയുന്നത് ഹദീസിലുണ്ട്. ഞാൻ നോക്കുമ്പോൾ നബി തങ്ങൾ അവിടെ ഒറ്റക്കാണ്. എത്രയോ ആളുകൾ ഹബീബിനെ കാണാൻ വന്നിട്ടുണ്ട്. ഹബീബായ നബി തങ്ങളുടെ അരികത്ത് ഞാൻ നിൽക്കുമ്പോൾ, ഞാൻ പേടിച്ചു വിറക്കുമ്പോൾ എന്നോട് നബി തങ്ങൾ പറയുന്നുണ്ട്, ഹൗവിനി അലൈകി, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഓവർ എക്സൈറ്റഡ് ആയി പോയത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആൻഷ്യസ് ആയത്, എന്തിനായി പേടിയും വെപ്രാളവും ഒക്കെ? ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ കാനത് തഅകുലുൽ ഖദീദ്, ഫ്രഷ് മാംസം വാങ്ങിക്കാൻ കഴിയില്ലാത്തതിന്റെ പേരിൽ ഉണക്ക മാംസങ്ങൾ തിന്നിരുന്ന, പണ്ടെന്നോ കിട്ടിയ ഇറച്ചി സൂര്യപ്രകാശത്തിന്റെ ചൂടിൽ വെച്ച് ഉണക്കി ഉണ്ടാക്കുന്ന, പാവങ്ങൾ കഴിക്കുന്ന ഉണക്ക ഇറച്ചി കഴിച്ചിരുന്ന ഒരു ഉമ്മ, ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ മോനാണ് ഞാൻ. അതുകൊണ്ട് എന്റെ മുമ്പിൽ എന്തിനാ പേടിച്ച് വിറക്കുന്നത്? എന്നിട്ട് പറഞ്ഞു, ഉമ്മ ക്ഷമിക്കണം കേട്ടോ, വേണ്ടപ്പെട്ടവർ മരിച്ചു പോകും. ശരി തന്നെയാണ്. ഇന്നമസ്സബ്റു ഇൻദ സ്വദ്മത്തിൽ ഊലാ, ക്ഷമയെന്ന് പറയുന്നത് ഒരു പ്രയാസമോ പ്രതിസന്ധിയോ സംഭവിക്കുന്ന ആദ്യ സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ക്ഷമ. ഒരു മരണം ഉണ്ടായി, പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറിക്കും. ചില ആളുകൾ വിങ്ങിപ്പൊട്ടും, ചിലർ ബോധം കെട്ട് വീഴും, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, ചിലർക്ക് ഭ്രാന്താവും, സ്വബോധം നഷ്ടപ്പെടും.
പിന്നെ 2-3 മാസം കഴിഞ്ഞാൽ ആള് നോർമലാവും, പിന്നെ ക്ഷമിക്കും. അതല്ല ക്ഷമ. ക്ഷമയെന്ന് പറയുന്നത് ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിന്റെ ആദ്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന ക്ഷമയാണ് യഥാർത്ഥ ക്ഷമ. ഇന്നമസ്സബ്റു ഇൻദ സുദ്മത്തിൽ ഊലാ എന്ന് ആ ഉമ്മയോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഹദീസും ഈ ഹദീസും തമ്മിൽ എന്തല്ല അഭിപ്രായ വ്യത്യാസം വരുന്ന, അവിടെ കോൺട്രഡിക്ഷൻ ഇല്ല. നബി തങ്ങൾക്ക് ഗേറ്റ് കീപ്പർ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് നബി തങ്ങൾ ഇവിടെ അബൂ മൂസ അശ്അരി തങ്ങളെ ഗേറ്റ് കീപ്പർ ആക്കിയില്ലേ എന്ന് ചോദിക്കേണ്ട. ഇത് ടെമ്പററി, താൽക്കാലികമായ ഒരു വിഷയമാണ്. ഏതൊരു തോട്ടം തങ്ങളോട് ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. പക്ഷെ ഇതിലൊരു മനപ്പൊരുത്തം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. തങ്ങൾ ഉള്ളിടത്തേക്ക് അബൂ മൂസ അശ്അരി തങ്ങൾ എത്തുകയാണ്. ഇനി വരുന്ന ആളുകളുടെ ആരൊക്കെയാ വന്നതെന്നും കൂടെ ആലോചിക്കുക. അബൂ മൂസ തങ്ങൾ പറയുന്നു, ഞാൻ ഹബീബിന് വേണ്ടി ഗേറ്റ് കീപ്പറായിട്ടെന്ന് ജോലി ചെയ്തു. എന്റെ സഹോദരനുണ്ട്, എന്റെ സഹോദരൻ അബൂ ബുർദ, ആമിർ എന്നാണ് അവരുടെ പേര് റളിയല്ലാഹു അൻഹു. ആമിർ ഒളു കൊടുക്കാൻ വേണ്ടി നേരം വൈകിയപ്പോ ഞാനങ്ങ് ഒറ്റയ്ക്ക് പോന്നതാണ്. ആമിറിനെയും കൈപിടിച്ചു പോരണം, ഹബീബിന്റെ അരികത്തേക്ക് വന്ന് ഹബീബിനെ പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ സഹോദരനെ ഒളു കൊടുക്കാൻ വേണ്ടി എവിടേക്കോ പോയി നേരം വൈകി. സഹോദരനെ കാത്തിരിക്കാൻ നേരമില്ലാതെ ബഹുമാനപ്പെട്ടവരെ വന്നിരിക്കാം. അബൂ മൂസ അശ്അരി തങ്ങൾ പറയാ, എന്റെ മനസ്സിൽ ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചവനെ, എന്റെ അനുജനിൽ വല്ല ഖൈറുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് എത്തും. വിളിച്ചു പറയാനൊന്നും വയ്യല്ലോ, ഇവിടെ ഉള്ളത് എന്ത് പറയാനാ, ഒരു ഫോണില്ലാത്ത കാലല്ലേ. ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് കൊതിച്ചു, ലൗ യഅലമില്ലാഹു ഫീ ഫുലാനിൻ ഖൈറാ യുരിദില്ലാഹു ബിഫുലാനിൻ ഖൈറാ യഅതി ബിക്കാൻ പറ്റുന്ന ഈ ഒരു അനുഭവം എനിക്ക് കിട്ടിയില്ലെങ്കിലോ. അതുകൊണ്ട് എന്റെ അനുജനെന്ന് വന്നെങ്കിൽ എന്റെ അനുജനും ഹബീബിനെ പരിചയപ്പെടാമായിരുന്നുവല്ലോ. അനുജനോടും ജ്യേഷ്ഠനോടും സ്നേഹം, അണമുറിയാത്ത സ്നേഹം വേണം. അനുജന്മാരും ജ്യേഷ്ഠന്മാരും ഇങ്ങനെ പണങ്ങാനും പരസ്പരം കുത്തിക്കൊല്ലാനും നിന്നാൽ എന്താ പിന്നെ ലോകത്തിന്റെ അവസ്ഥ അല്ലെ? നമ്മൾ ഒരു മഹല്ലുകാരാകുമ്പോ നമ്മൾക്ക് ബന്ധമുണ്ട്. പിന്നെ പഞ്ചായത്തുകാരാകും, പുറത്തൊക്കെ നാട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരാണോ, അപ്പൊ എവിടുന്ന രാജസ്ഥാനാന്ന് പറയും. എന്നാലും നമ്മളൊരു നാട്ടുകാരല്ലേ എന്ന് പറയും. പിന്നെ കേരളക്കാരാവോ, കേരളത്തിൽ എവിടെയാ, അപ്പൊ അവിടെ ഞങ്ങൾ മലബാർ, ഞങ്ങൾ ഇവിടെ നിന്നാണ്. ഓക്കെ. പിന്നെ നോക്കുമ്പോ എറണാകുളം ജില്ല വരുമ്പോ വരുന്ന ആലുവ, പാനിപ്രയിൽ എവിടെ അല്ലെ? അപ്പൊ നോക്കുമ്പോ അടുത്ത വീട്ടിലെ ഏതോ കുട്ടിയാ, പേരക്കുട്ടിയാ. അപ്പൊ കുട്ടികൾ പുറത്തിരുന്നോ പഠിച്ചതാണ്, നാട്ടിലൊന്നും ബന്ധമുണ്ടാവില്ല. അങ്ങനെ ഒരു നാട്, ഒരു സ്ഥലം, ഒരുമിച്ച് ഒരു നാട്ടുകാര്, പ്രദേശത്തുകാര് എന്ന് പറയുമ്പോ മനസ്സിന് തോന്നുന്നൊരു അടുപ്പല്ലേ? ആ അടുപ്പത്തെക്കാൾ വലുതല്ലേ ഒരു ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരേ സ്ഥലത്തു നിന്ന് വന്ന രണ്ടാൾക്കാർ? അതല്ലേ ജ്യേഷ്ഠനുജൻ എന്ന് പറയാം, ആങ്ങളും പെങ്ങളെന്ന് പറഞ്ഞ അതല്ലേ? ഉമ്മയുടെ ഉദരമെന്ന സ്ഥലം, അതിനോളം ഇനി അടുപ്പുള്ള സ്ഥലം വേറെ എവിടെയുള്ളത്? ആ ഒരു സ്ഥലത്ത് വന്നവരാണ്. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അനന്തരാവകാശ സ്വത്ത് ആകെ പൈസന്റെ പേരിലല്ലേ നമ്മൾ തെറ്റാറുള്ളൂ അല്ലെ? ആകെ നമ്മളെ വിഷയം പൈസയാണ്. ഇതെല്ലാം കൂടെ കൈ കൊണ്ടേ കൊടുത്തിട്ട് എന്റെ പ്രശ്നം തീരുമോ? തീരൊന്നുമില്ല. ഒരു പ്രശ്നത്തിന് പരിഹാരം അല്ലാഹു തന്നെ തരണം. അത്യാഗ്രഹം കൊണ്ട് പരിഹാരമാവില്ല, ആർത്തി കൊണ്ട് പരിഹാരമാവില്ല, പിണക്കം കൊണ്ടാവില്ല. അതിനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള നല്ല മനസ്സ് വേണം. ഹക്കടപാടുകൾ ഓരോരുത്തരുടെയും അവകാശം അവരവർക്ക് കൊടുക്കുക. അതെനിക്ക് വേണ്ട, എന്റേത് അവർക്കും വേണ്ട. ഇത്രയെങ്കിലും ചിന്തിക്കാൻ കഴിഞ്ഞാൽ എത്ര കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും? ഹക്കടപാടുകൾ കൊടുക്കാത്ത എത്ര ആൾക്കാരുണ്ട്? വാപ്പ മരിച്ചു, വാപ്പയുടെ സ്വത്ത് ഇതുവരെ ഓഹരി വെച്ചിട്ടില്ല. എന്റെ ഒരാള് ഒക്കെയായിട്ട് നിൽക്കുകയാണ്, സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് വേണം, ആ സ്ഥലം എനിക്ക് തന്നെ വേണം. എങ്ങനെയാ നമ്മൾ ഒരുമിച്ച് ഒരു മധ്യസ്ഥൻ മുഖാന്തരം നമ്മൾ ഓഹരി വെക്കാം. അപ്പൊ എല്ലാം ഒരുപോലെ കരുതിയിട്ട് അതിൽ നിന്ന് നമുക്ക് ഓരോരുത്തരുടെ ഓഹരി എടുത്തൂടെ? അത് പറ്റില്ല. അല്ലെങ്കിൽ ഒരു അളിയനത് പറയും, പെങ്ങളൊക്കെ പറയിപ്പിക്കും. ഇങ്ങനെ തുടങ്ങി പ്രശ്നങ്ങളല്ലേ? ഒരു സഹോദരൻ സഹോദരനോട് എത്ര സ്നേഹത്തിലാ പെരുമാറേണ്ടത്? സ്വന്തം ജീവന്റെ ജീവനല്ലേ അത്? ഒരു ഉമ്മയുടെ ഉദരത്തിൽ നിന്നല്ല അവര് വന്നത്. അതുകൊണ്ട് ജ്യേഷ്ഠാനുജന്മാർ അതൊരു വല്ലാത്ത ബന്ധം, അത് ലോകത്തിന് ആർക്കുണ്ടാക്കാൻ കഴിയാത്ത ബന്ധമാണ്. നമ്മൾ ഒരേ നാട്ടുകാര്, പഞ്ചായത്തുകാര് എന്നൊക്കെ പറയുന്നതിനേക്കാളും വലുതാണ് ഒരു ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവരാണ് നമ്മൾ എന്ന് പറയുന്നത്. ആ ബന്ധം അബൂ മൂസ അശ്അരി തങ്ങൾ സ്വന്തം അനുജന് വേണ്ടി കാത്തുവെച്ച ഈ ഒരു കരുതൽ ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്റെ അനുജൻ എന്ന് വന്നെങ്കിൽ മഹാൻ കൊതിച്ചുപോയി. അനുജൻ വന്നില്ല കേട്ടോ. 2 സഹോദരന്മാരുണ്ട്. ഒരാൾ അബൂ ബുർദയാണ്, അവരുടെ പേര് ആമിർ എന്നാണ് റളിയല്ലാഹു അൻഹു. പക്ഷേ അബൂ മൂസ അശ്അരി തങ്ങൾ പറയാം, ഞാൻ ഇങ്ങനെ കാത്തിരുന്നപ്പോൾ വാതിൽക്കൽ ഒരാൾ വരുന്നു. തോട്ടത്തിന്റെ വാതിലാണ്, കവാടത്തിങ്കൽ വന്നത്. ഞാൻ ചോദിച്ചു, ആരാണ്? അബൂബക്കർ. നിൽക്കട്ടോ, ഇവിടെ നിൽക്കി, ഞാൻ നബിയോട് ചോദിക്കട്ടെ. നേരെ ഓടി നബിയുടെ അടുത്തേക്ക്. നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വാതിൽക്കൽ ഒരാൾ വന്നിട്ടുണ്ട്, തുറന്നു കൊടുക്കണോ? നബി തങ്ങൾ ഇഫ്തഹ് ലഹു വബശ്ശിറുഹു ബിൽ ജന്ന, ഇഫ്തഹ് ലഹു വബശ്ശിറുഹു ബിൽ ജന്ന, തുറന്നു കൊടുത്തോളൂ, അല്ലാഹു അവർക്ക് സ്വർഗ്ഗം കൊടുക്കുമെന്ന് സന്തോഷവും പറഞ്ഞു കൊടുത്തോളൂ. നോക്കൂ,
നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിയോട് ആളെ പേരെന്ന് പറഞ്ഞിട്ടില്ല, തങ്ങളത് പറഞ്ഞു. ഇത് മനപ്പുരത്താണ്. നബി തങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് അവരെത്തുക. തങ്ങൾ സ്ഥിരം പോയിരിക്കുന്ന സ്ഥലമൊന്നും അല്ല ഇത്. കുറച്ചു നേരം കഴിഞ്ഞു അബൂ മൂസ തങ്ങൾ പറയുന്നു, വാതിൽക്കൽ ആരോ പിടിച്ച് കുലുക്കുന്നുണ്ട്. പറഞ്ഞാൽ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരീനെന്ന സമ്മതം വാങ്ങിക്കാനുള്ള കുലുക്കലാണ്, വാതിൽ ഗേറ്റ് പൊളിക്കാനുള്ള പൊളിയല്ലത്. അതൊന്നും സ്വഹാബികൾ ചെയ്യൂല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. നിങ്ങളുടെ വീടല്ലാതെ മറ്റൊരാളിന്റെ വീട്ടിലേക്കോ തോട്ടത്തിലേക്കോ അവരുടെ വീടുകളിലേക്കോ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ അവരുടെ വാതിലിലൂടെ കടക്കാവൂ. സമ്മതം ചോദിച്ച് സലാം പറഞ്ഞിട്ടേ ആ വീടിനകത്തേക്ക് കടക്കാൻ പാടുള്ളൂ. നിങ്ങൾ ചെറുപ്പം മുതൽ അവിടെ ഇടപഴകുന്ന പെരുമാറുന്ന ആളായിരിക്കാം, എന്നാൽ പോലും തുറന്നച്ച വാതിൽ കാണുമ്പോൾ അങ്ങോട്ട് ഉള്ളിലേക്ക് ചെല്ലാൻ പാടില്ല. വാതിൽ ബെല്ലടിച്ച് വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടുന്നവരെ കാത്തിരിക്കണം. ചെറിയൊരു ഗ്യാപ്പ് കൊടുത്ത് 3 തവണ നിങ്ങൾക്ക് ബെല്ലടിക്കാം. എന്നിട്ട് അവിടെ നിന്നൊരു റെസ്പോൺസും വീട്ടിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ തിരിച്ചു പോരണം. നിങ്ങൾ തിരിച്ചു പോരണം. പിന്നെ അടുക്കള ഭാഗത്ത് കൂടെ പോകാൻ പാടില്ല. മെയിൻ ഡോറിന്റെ അവിടത്തെ വെയിറ്റ് ചെയ്യാവൂ. നിങ്ങൾ ആ വീട്ടുകാരനല്ലെങ്കിൽ, ആ വീട്ടുകാരെക്കാളും അടുപ്പുള്ള ആളായിരിക്കാം, പക്ഷേ പാടില്ല. നിങ്ങളുടെ കണക്കിൽ, അള്ളാഹുവിന്റെ കണക്കിൽ നിങ്ങൾ അന്യരാണ്. തിരിച്ചു പോരണം. സൂറത്തു നൂർ. നിങ്ങളോട് ഇവിടെ ആരുമില്ല, പൊയ്ക്കോളി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അതും ഇതും ചോദിച്ചു നിൽക്കരുത്, നിങ്ങൾ തിരിച്ചു പോരണം. വിശുദ്ധ ഖുർആൻ സലാം പറയണം, സമ്മതം പറയണം എന്ന് പഠിപ്പിച്ച ഖുർആനിന്റെ സ്വഹാബിമാർ അവരാരും തള്ളി തുറന്ന് കയറൂല. അപ്പൊ അവര് വാതിൽ കുളിക്കുന്നത് സമ്മതം കിട്ടുമെന്ന് അറിയാനാ, ബെല്ലൊന്നുമില്ലല്ലോ. അപ്പൊ അബൂ മൂസ അശ്ശരി തങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. അബൂ മൂസ അശ്ശരി തങ്ങൾ ചോദിച്ചു, ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ്. നോക്കണേ, ആദ്യം വന്നാണ് സിദ്ദീഖ് തങ്ങൾ, രണ്ടാമത് വരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. തങ്ങളോട് ചെന്ന് അബൂ മൂസ അശ്ശരി തങ്ങൾ പേര് പറയില്ല, ഇന്ന ആളാ വന്നതെന്ന് പറയില്ല. നബിയേ, വാതിലിക്ക് ഒരാൾ വന്നിട്ടുണ്ട്, തുറന്നു കൊടുക്കണോ? തങ്ങൾ പറയുന്നു, ഇഫ്തഹ് ലഹു വബശ്ശിർഹു ബിൽ ജന്ന. തുറന്നു കൊടുത്തോളൂ, അവർക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷവും അറിയിച്ചു കൊടുത്തോളൂ. അപ്പൊ നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങൾ ഉമർ തങ്ങൾ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാല് വെള്ളത്തിലിട്ട പോലെ സിദ്ദീഖ് തങ്ങൾ നബി തങ്ങളുടെ വലത് ഭാഗത്തിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ ഇടത് ഭാഗത്തും ഇരുന്നു. അതേപോലെ കാല് വെള്ളത്തിൽ ഇട്ടിട്ടിരുന്നു, 3 പേരും ഒരുമിച്ച്. വീണ്ടും ഒരു വാതിൽക്കലാരോ മുട്ടുന്നു. മഹാനവറുകൾ വിചാരിച്ചു, എന്റെ അനുജനാവണേ, എന്റെ അനുജൻ ആമിറാവണേ, അബൂ ബുർദയാവണേ ഈ വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ ഒറ്റയ്ക്കിങ്ങനെ കിട്ടുന്നൊരു സൗഭാഗ്യം എന്റെ അനുജന് കിട്ടണേ എന്ന് ഞാൻ മനസ്സുകൊണ്ട് കൊതിച്ചു. നോക്കുമ്പോ എന്റെ അനുജനല്ല. വാതിൽക്കൽ വന്നത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഹബീബായ നബി തങ്ങൾ നാണമുള്ള ലജ്ജയുള്ള ആളാണ് എന്ന് പറഞ്ഞ മദീനയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസ് ബിസിനസ്സുകാരനായിരുന്ന, ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും ലജ്ജിച്ചു പോകുന്ന മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇവിടെ നിൽക്കിട്ടോ ഉസ്മാൻ എന്നവരെ, ഇപ്പൊ ചോദിച്ച് തുറന്നു തരാം. നബിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു, ഹബീബിന്റെ മുമ്പിലേക്ക്. യാ റസൂലല്ലാഹ്, പുന്നാര നബിയെ, ഉസ്മാൻ എന്നവരെ വന്നിരിക്കുന്നു നബിയെ, വാതിൽ തുറക്കണോ? പുന്നാര നബി തങ്ങൾ, അല്ല നബിയെ, ഒരാൾ കൂടെ വന്നിരിക്കുന്നു, വാതിൽ തുറന്നു കൊടുക്കണോ? പേര് പറഞ്ഞില്ല. അപ്പൊ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി അല്ലാഹു നൽകുന്നുണ്ട്. ആരാ വന്നത് എന്ന് നബി തങ്ങൾക്കറിയാം. ഇഫ്തഹ് ലഹു വബശ്ശിർഹു ബിൽ ജന്ന ഫീ ബൽവൻ തുസീബുഹു. തുറന്നു കൊടുത്തോളൂ, അവരോട് പറയണേ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, എന്നാൽ അതിന്റെ മുമ്പ് വലിയൊരു പരീക്ഷണം നിങ്ങൾക്കുണ്ടാകും, വലിയൊരു മുസീബത്ത് വരാനുണ്ട്. ആ മുസീബത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് മരണം സംഭവിക്കും, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരും. തുറന്നു നോക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ